കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കോൺഗ്രസിനെ പ്രതിരോധിക്കുവാൻ അല്ലെങ്കിൽ കോൺഗ്രസിനെ ആരോപണ വിധേയമാക്കുവാൻ വേണ്ടി BJP ശ്രമിക്കുന്നു എന്നാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട വഴിയിൽ ശശി തരൂർ പറഞ്ഞത്. അതിനോടൊപ്പം അദ്ദേഹം പറയുന്നത് ഇലക്ഷൻ കമ്മീഷനോടുള്ള എല്ലാ വിശ്വാസവും തനിക്ക് നഷ്ടമായിരിക്കുന്നു. പല അനീതികളും കൺമുൻപിൽ ഉണ്ടായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല. തങ്ങളുടെ പ്രകടന പത്രിക വളരെ വ്യക്തമാണ്. സാധാരണക്കാരായ സ്ത്രീകൾക്ക് വേണ്ടി, സാധാരണക്കാരായ കർഷകർക്ക് വേണ്ടി, സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി എഴുതി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഈ പ്രകടന പത്രിക വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ. അത് വോട്ടുകളായി മാറുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഇവർ പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പക്ഷെ നമ്മൾക്കറിയണം, ഈ രാജ്യത്തിൽ രണ്ട് വിധത്തിൻ്റെ റിസർവേഷൻസ് ഉണ്ട്. ഒന്ന് കേന്ദ്രത്തിൽ, മറ്റേത് സംസ്ഥാനങ്ങളിൽ. 3-4 സംസ്ഥാനങ്ങൾക്ക് അവരുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി, അവരുടെ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കിയിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ, തമിഴ്നാട്ടിൽ, കേരളത്തിലൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ ഗ്രൂപ്പിന് വേണ്ടി അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ലേ, നമ്മൾ ലോക്സഭയ്ക്കല്ലേ നമ്മൾ മത്സരിക്കുന്നത്, ഇത് സംസ്ഥാനത്തിൻ്റെ തിരഞ്ഞെടുപ്പല്ലല്ലോ. നിങ്ങൾ അഥവാ കേരളത്തിൽ നിങ്ങൾ തിരഞ്ഞെടുപ്പിന് വരുമ്പോൾ നിങ്ങൾക്ക് വന്ന് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ വരും. പക്ഷേ ഞങ്ങൾ കേന്ദ്രത്തിൽ ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു വിഷയമേ ചർച്ച ചെയ്തിട്ടില്ല, ഈ വിഷയത്തിന് എഴുതിയിട്ടില്ല. ഞങ്ങൾക്ക് ഒരു ഉദ്ദേശമില്ല ഈ വിഷയത്തിന് ഒരു ദേശീയ ഒരു രാഷ്ട്രീയ വിഷയം ആക്കാൻ. അതെല്ലാം നമ്മൾ പറയണത് ഈ 5 ന്യായമാണ്. എല്ലാവർക്കും ഏത് വിധത്തിലും അവർ അനുഭവിക്കുന്ന അന്യായങ്ങളെ തീർത്ത് എല്ലാവർക്കും സഹായം കൊണ്ടുവരാൻ, അങ്ങനെയുള്ള ഈ സാമൂഹ്യ ന്യായത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അതിലാണ് നമ്മുടെ ശ്രദ്ധ. അതിൽ നമ്മൾ ഏത് സമുദായത്തിന് വേണ്ടിയിട്ട് ഒരു റിസർവേഷൻ വെക്കണം ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് ഞാൻ പറയാനും പോകുന്നില്ല. രാഹുൽ ഗാന്ധി അഥവാ ഒരു രാംലീല മൈതാനിൽ ഒരു ചടങ്ങ് നടത്തിയാലോ, അല്ലെങ്കിൽ നാളെ ഒരു ടൗൺ ഹാൾ മീറ്റിംഗ് നടത്തുന്നുണ്ടെങ്കിലോ, ആം ആദ്മി പാർട്ടിയുടെ ഏത് നേതാവും ഞങ്ങൾ സുഖമായിട്ട് സ്വാഗതം ചെയ്യും. വന്ന് നിൽക്കട്ടെ വേദിയിൽ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ഒരിക്കലും പറയില്ല ഇത് ഞങ്ങളുടെ വേറെയാണ്, ആം ആദ്മി പാർട്ടി വേറെയാണ്. ഞങ്ങൾ അവർക്കും പിന്തുണ കൊടുക്കാൻ തയ്യാറാണ്, അവർ നമുക്കും വരട്ടെ. രണ്ടാളും ഒരേ വേദിയിൽ കാണണമെന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം രാഹുൽ ഗാന്ധി ഇന്നലെ വരെ റായൽ ബറേലിയിലായിരുന്നു, അവിടുത്തെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രചരണത്തിന് വേണ്ടി. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, ഇത്ര വലിയ രാജ്യത്തിൽ എല്ലാവരും ഓടി നടക്കുമ്പോൾ കേജ്രിവാളിന് ആകെ 2 സംസ്ഥാനമേ ഉള്ളൂ, ഡൽഹിയും പഞ്ചാബും. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചും കൂടി സമയം ഇവിടെ ചിലവാക്കാൻ സാധിക്കും. രാഹുൽ ഗാന്ധിക്ക് അത്ര സമയമില്ല, അത്രയല്ലോ. അതിനേക്കാൾ കൂടുതൽ കാണാൻ ഒരു ആവശ്യം. നോക്കൂ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ എന്താണ് ഉദ്ദേശം? ഈ ഉദ്ദേശം ഭരണമാറ്റം കൊണ്ടുവരാനാണ്. ഇതാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഉദ്ദേശത്തെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സെക്കൻഡറി സ്ഥാനത്ത് വയ്ക്കും. നിങ്ങൾക്കറിയാമല്ലോ, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ദിവസം ഞങ്ങൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നെ ഒരു പ്രതിഷേധം നടത്തി. ഞാനായിരുന്നു ഉദ്ഘാടകൻ, ഞാൻ പോയി പ്രസംഗിച്ചു അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. ഞങ്ങൾ അദ്ദേഹത്തിന് മുമ്പ് എതിരിച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ല, എതിരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അഥവാ അവർക്കൊരു അന്വേഷണം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ജൂൺ 4-ാം തീയതി വരെ കാത്തിരുന്നുകൂടാ? അവസാനത്തിൽ കോടതി അതാ പറഞ്ഞു. നിങ്ങൾ ഒരു ദേശീയ പാർട്ടിയുടെ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ? അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ അവകാശം പ്രകാരം അദ്ദേഹത്തിന് ക്യാമ്പയിനിങ് ചെയ്യാൻ അവസരം കൊടുക്കണ്ടേ? നിങ്ങൾ ജൂൺ 2-ാം തീയതി 1-ാം തീയതിയാണ് അവസാനത്തെ വോട്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ വേണം ചെയ്തോളൂ വീണ്ടും. അതന്നെ ഞാനും പറഞ്ഞു ആ സമയത്ത്. ഞാൻ അതല്ലേ പറഞ്ഞു, വോട്ടിംഗ് കഴിയുന്ന വരെ അദ്ദേഹത്തിന് ആ സ്വാതന്ത്ര്യം കൊടുക്കണം. നിങ്ങൾ എന്തിനാണ് ഇതിപ്പോൾ പോലീസ് ആക്ഷൻ എടുക്കുന്നത്? വെറും ഒരു രാഷ്ട്രീയ നിലപാടാണ് ഞാൻ പറഞ്ഞു. അതാണ് സത്യം. ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാളും രാഹുൽ ഗാന്ധിയും എന്തുകൊണ്ട് ഒരു വേദി പങ്കിടുന്നില്ല എന്ന ചോദ്യം ഹിന്ദി ഹൃദയ ഭൂമികളിൽ കാര്യമായി അലയടിക്കുന്നുണ്ട്. ആരോപണ വിധേയനായ ഒരു മുഖ്യമന്ത്രിയായി ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ കാണുന്നത് കൊണ്ടാണോ വേദികൾ രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാളുമായി പങ്കിടാത്തത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി ശശി തരൂർ നൽകുന്നത്, രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി പ്രചരണ പരിപാടികൾ നടത്തേണ്ട ഒരു നേതാവാണ്. പക്ഷേ ഡൽഹിയിലും പഞ്ചാബിലും മാത്രം സ്വാധീനമുള്ള ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാളിന് അത് കുറച്ചുകൂടി കാര്യമായി നടത്തുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇരു കൂട്ടരും ഒരു വേദിയിൽ വരാത്തത്. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇന്ത്യ സഖ്യത്തിൻ്റെ പേരിൽ താൻ എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണം നടത്തും, അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുമുണ്ട്. രാഹുൽ ഗാന്ധിയും അത് ഏറ്റു പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യ സഖ്യം അങ്ങനെ ഭിന്ന അഭിപ്രായങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും ഉൾക്കൊണ്ട് തന്നെ മുൻപോട്ട് പോകുമെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. പക്ഷേ അതിനുള്ളിൽ BJP അതൊരു വലിയ ആയുധമായി ഉപയോഗിക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ നേതാവായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആരോപണ വിധേയനായതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി വേദികൾ പങ്കിടാത്തത് എന്ന ആരോപണ ആയുധങ്ങളാണ് ഡൽഹി അടക്കമുള്ള 2 ഘട്ടങ്ങളിലായി ഇനി നടക്കുവാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉപയോഗിക്കുന്ന ആയുധം.